ഇപ്പോൾ പി ജെ ജോസഫുമായി ബന്ധപ്പെട്ട നിർണായക പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അക്കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. 2 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്നുകൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം വരുമ്പോൾ മനസ്സിലാക്കുന്നു. ആൽവിൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, എന്തൊക്കെയാണ് പി ജെ ജോസഫ് പറഞ്ഞത്? ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് പി ജെ ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാര്യം നാളെ ഉഭയകക്ഷി ചർച്ച കേരള കോൺഗ്രസ് എമ്മും പാർട്ടിയുമായി നടത്താനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതികരണം എന്നത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെ മത്സരിക്കണം എന്നത് സംബന്ധിച്ച്. എന്നാൽ മത്സരിക്കാൻ സന്നദ്ധനാണെന്നും താൻ തന്നെ മത്സര രംഗത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയുമാണ് ഇപ്പോൾ നൽകുന്നത്. പാർട്ടിയാണ് മറ്റ് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ചോദ്യത്തോട് മറ്റൊരു പ്രതികരണം അദ്ദേഹം ഇപ്പോൾ നടത്തിയത് 2 സീറ്റ് എന്ന ആവശ്യം മുമ്പ് ഉന്നയിച്ചിരുന്നു. ഉന്നയിച്ച ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ഇത് സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച കോൺഗ്രസുമായി തുടങ്ങാൻ ഇരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതികരണം എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും പി ജെ ജോസഫ് അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നു കഴിഞ്ഞു. ഇത്രയും ദിവസം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മത്സരഘട്ടത്തിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുകയാണ്. ആ വ്യക്തതയിൽ ഏതാണ്ട് ഇപ്പോൾ അദ്ദേഹം മത്സര രംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് 2 സീറ്റ് എന്നുള്ള ആവശ്യം അദ്ദേഹം പറയുന്നു, ഒപ്പം മത്സരിക്കാനുള്ള സന്നദ്ധതയും. അഥവാ ഇനി 2 സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ലഭിക്കുന്ന ഒരു സീറ്റിൽ അതിൽ താൻ മത്സരിക്കും അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പറയുകയാണ്. അവിടെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി. അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു സീറ്റ് എന്ന നിലയിലേക്കാണ് ചുരുങ്ങുന്നതെങ്കിൽ, അത്തരമൊരു ചർച്ചയിലേക്കാണ് അതിന്റെ അവസാനം വരുന്നതെങ്കിൽ പോലും അദ്ദേഹം മത്സര രംഗത്തുണ്ടാകും എന്നുള്ള ഒരു വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയം സീറ്റിലാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ പോലും കോട്ടയത്ത് പോലും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകൾ അനൌദ്യോഗികമായി കോട്ടയത്ത് നടത്തിയിരുന്നു. അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപത സന്ദർശിക്കുകയുണ്ടായി. NSS ആസ്ഥാനത്ത് അദ്ദേഹം ചില സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുകയുണ്ടായി. ചില പ്രമുഖ പത്ര ഓഫീസുകളിലൊക്കെയും അദ്ദേഹം സന്ദർശനം നടത്തുകയുണ്ടായി. ഇതിന്റെയൊക്കെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കുക പി ജെ ജോസഫ് മത്സര രംഗത്തേക്ക് ഉറപ്പിച്ചു എന്ന് തന്നെയാണ്. ഏതായാലും ഒരു സീറ്റ് എന്നത് മാണി വിഭാഗത്തിന് തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റിൽ കോട്ടയത്ത് പി ജെ ജോസഫ് തന്നെ മത്സര രംഗത്തേക്ക് അദ്ദേഹം മുന്നോട്ട് തയ്യാറായി വരും. ഇത് ഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടാക്കും. സ്വന്തം തട്ടകമായ കോട്ടയം വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല എന്ന് തന്നെയാണ് KM മാണിയുടെ സന്ദേശം. അത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹം രണ്ടാമതൊരു സീറ്റ് എന്നുള്ള ആവശ്യം പോലും പി ജെ ജോസഫിന്റെ സമ്മർദ്ദ പ്രകാരമാണ് ആവശ്യപ്പെടുകയുണ്ടായത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ പി ജെ ജോസഫ് മത്സര രംഗത്തേക്ക് വരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഏതായാലും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള സ്വാഭാവികമായും ഇതുവരെ കോട്ടയം സീറ്റ് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. ജോസ് കെ മാണി മത്സരിക്കുന്ന സീറ്റ് കൂടിയാണ്. അത് വിട്ടുകൊടുക്കാൻ കെ മാണി എത്രമാത്രം തയ്യാറാകും? ഇപ്പോൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പി ജെ ജോസഫ് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? സായി, അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പോലും പി ജെ ജോസഫ് വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു ചർച്ച പാർട്ടിയിൽ മത്സര രംഗത്തേക്ക് ആര് വരണം അല്ലെങ്കിൽ എത്ര സീറ്റ് എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ മുമ്പിലുള്ള ഒരു ഘടകമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. അത് സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 സീറ്റ് എന്ന ആവശ്യം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉന്നയിച്ചത്. ആ 2 സീറ്റ് എന്ന നിലയിലേക്ക് ചർച്ചകൾ വരുമ്പോഴും സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ചർച്ച ഉണ്ടാകുന്നത് വരെ എങ്കിലും അദ്ദേഹത്തിന്റെ സമ്മർദ്ദം നിലനിർത്തുക എന്ന രീതിയിലാകും അദ്ദേഹം മുന്നോട്ട് പോവുക. സ്വാഭാവികമായും ഇത് പ്രതിരോധത്തിലാക്കുക KM മാണിയെയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെയുമാണ്. രാജ്യസഭയിലേക്ക് ജോസ് കെ മാണി പോയപ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ചരൽക്കുന്ന് സമ്മേളനത്തിൽ അദ്ദേഹം വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ കേരള കോൺഗ്രസിൽ ഉണ്ടായപ്പോൾ ഈ ചരൽക്കുന്ന് സമ്മേളനത്തിൽ ശേഷം മുന്നണി വിട്ട് പോകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയെ പിടിച്ചു നിർത്തുന്നതിന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച വ്യക്തിയാണ് പി ജെ ജോസഫ്. അതുകൊണ്ട് തന്നെ പി ജെ ജോസഫിനോട് UDF നേതാക്കൾക്ക് എന്നും ഒരു പ്രത്യേക മമത അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ഈ പി ജെ ജോസഫിനൊപ്പം ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പി ജെ ജോസഫിന്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണം എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സായി, ഞാൻ വരാം ആൽവിനിലേക്ക്. സജി മഞ്ഞക്കടമ്പൻ, കേരള കോൺഗ്രസ് നേതാവ് ടെലിഫോണിൽ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, പി ജെ ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കോട്ടയം ഈ കേരള കോൺഗ്രസിനുള്ള സീറ്റുകളിൽ 2 സീറ്റ് എന്നുള്ള ആവശ്യം അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അഥവാ അതിന് ഒരു സീറ്റാണെങ്കിൽ പോലും അതിൽ താൻ മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം തുറന്നു പറയുകയാണ്. അത് ഞാനത് കേട്ടിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താ വളരെ വ്യക്തമായിട്ട് കേരള കോൺഗ്രസിന് 2 സീറ്റ് അർഹതപ്പെട്ടതാണ്.
കേരള കോൺഗ്രസ് 71-ൽ 3 സീറ്റിലും 77-ൽ 2 സീറ്റിലും വിജയിച്ചിട്ടുണ്ട്, 84-ൽ 3 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഒരു സീറ്റ് കൂടി വേണം. അത് ഇടുക്കിയോ അല്ലെങ്കിൽ ചാലക്കുടിയോ ലഭിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി എന്നാണ് വിജയ് സാർ പറഞ്ഞത്. ഒരിക്കലും ഞാൻ ആ കോട്ടയം സീറ്റിൽ ഞാൻ മത്സരിക്കാൻ മത്സരിക്കും. മത്സരിക്കില്ല എന്നുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല. പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കും, പാർട്ടി തീരുമാനമെടുത്താൽ പാർട്ടി സ്ഥാനാർത്ഥി നിശ്ചയിക്കും. അപ്പോൾ ഞാൻ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് കാണാൻ നോക്കില്ല. അതായത് ശുഭപര്യവസായി തന്നെ അത് അവസാനിക്കുമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു 2 സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ് ഈ മുന്നണിയിൽ, യാതൊരു സംശയവും വേണ്ട. അപ്പൊ തീർച്ചയായിട്ടും രണ്ടാമത്തെ സീറ്റ് ലഭിക്കും. ആ സീറ്റിൽ വിജയ് സാർ മത്സരിക്കും. ഇതല്ലെങ്കിൽ പാർട്ടി കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ പാർട്ടി വിജയ് സാറാണ് മത്സരിക്കുന്നതെങ്കിൽ അത് പാർട്ടി തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോട്ടയത്ത് അപ്പോൾ അക്കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു സീറ്റാണെങ്കിലും അതിൽ പി ജെ ജോസഫ് ആയിരിക്കുമോ അതോ മറ്റേതെങ്കിലും മുതിർന്ന സ്ഥാനാർത്ഥികളായിരിക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടിയുടെ യോഗവും സ്റ്റിയറിംഗ് കമ്മിറ്റി ഉൾപ്പെടെ കൂടാതിരിക്കുന്നേ ഉള്ളൂ. പാർട്ടി സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു ചർച്ച ഇതുവരെ നടന്നതായിട്ട് അറിയില്ല. ഞാനും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ഒരു അംഗമാണ്. അപ്പൊ ഒരു തരത്തിലും അതിനെ സംബന്ധിച്ച് ചർച്ച നടന്നതായിട്ട് അറിയില്ല. ഇനിയിപ്പോ ഏതായാലും നാളെയൊക്കെ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആലോചനകളും ചർച്ചകളും നടക്കും. ആ ചർച്ചയ്ക്കകത്ത് പാർട്ടി ചെയർമാൻ കെ.എം. മാണി സാറും വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് സാറുടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായ തീരുമാനമെടുക്കും. ആ തീരുമാനത്തോടൊപ്പം കേരളത്തിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. UDF സ്ഥാനാർത്ഥിയായി ആരും മത്സരിച്ചാലും അത് വിജയിക്കും. റൈറ്റ്, അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം. ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ്, ടെലിഫോണിൽ. ശ്രീ ആന്റണി രാജു, പി.ജെ. ജോസഫ് കുറെ കൂടി വ്യക്തമായ കാര്യങ്ങൾ പറയുകയാണ്. അതായത് 2 സീറ്റ് എന്നുള്ള ആവശ്യം അദ്ദേഹം ഉറച്ച് പറയുന്നു. അഥവാ ഇനി ഒരു സീറ്റാണെങ്കിൽ പോലും പാർട്ടി പറഞ്ഞാൽ താൻ അവിടെ മത്സരിക്കുമെന്ന്. അതായത് കേരള കോൺഗ്രസിന്റെ സീറ്റിൽ താൻ തന്നെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം തുറന്നു പറയുകയാണ്. അല്ല, ഇത് കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള അഭിപ്രായ ഭിന്നത വളരെ പ്രകടമായിട്ട് തന്നെ ഈ നാളുകളിലെല്ലാം പുറത്തു വന്നതെന്ന് മാത്രമല്ല, അത് കുറെ കൂടി വ്യക്തമായിട്ട് ജനങ്ങളെ പരസ്യമായി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചെന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് ആ പാർട്ടിക്കകത്ത് പോലും സ്ഥാനാർത്ഥിത്വം നടക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞത് കേരള കോൺഗ്രസിലെ കെ.എം. മാണിക്കും അദ്ദേഹത്തിന്റെ മകനും ഉള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ്. കാരണം ഇത് കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഇനി അദ്ദേഹത്തിന് തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശം കൂടിയാണ് ഈ പ്രസ്താവന. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് കേരള കോൺഗ്രസ് പാർട്ടി പിളർപ്പിലേക്കാണ് പോകുന്നത്. ഈ കുടുംബവാഴ്ച നടക്കുന്ന ഈ പാർട്ടിയിൽ അധിക നാൾക്ക് യഥാർത്ഥ കേരള കോൺഗ്രസ് നിൽക്കാൻ കഴിയില്ല. അത് ഏതാനും ദിവസങ്ങൾക്ക് തന്നെ വ്യക്തമാവും. സീറ്റിനപ്പുറത്തേക്ക് ഇത് പാർട്ടിയുടെ പിളർപ്പിലേക്കാണ് നയിക്കുക. ഞാനൊരു മീറ്റിംഗിൽ ഇറങ്ങുക. ഒരു കാര്യം കൂടി വളരെ പെട്ടെന്ന്. അതായത് താങ്കൾ പറയുന്നു കേരള കോൺഗ്രസിനകത്ത് ഇനി അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല എന്ന്. പിന്നെ അദ്ദേഹം എവിടേക്കായിരിക്കും? റൈറ്റ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല എന്ന് മനസ്സിലാക്കുന്നത് ഒരു മീറ്റിംഗിലാണ്. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതി കോട്ടയത്ത്. ടോബി, കുറെ കൂടി വ്യക്തമായി പി.ജെ. ജോസഫ് പറയുകയാണ് 2 സീറ്റ് എന്നുള്ള നേരത്തെ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഒപ്പം കേരള കോൺഗ്രസിന് ഒരു സീറ്റാണെങ്കിൽ പോലും അതിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം തുറന്ന് പ്രകടിപ്പിക്കുകയുമാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം കേരള കോൺഗ്രസിനുള്ളിൽ ജോസഫ് മത്സരിക്കണമെന്നുള്ള ഒരു ആവശ്യം ജോസഫ് വിഭാഗം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി പി.ജെ. ജോസഫിനെ ജോസ് കെ മാണിയെയും കെ.എം. മാണിയെയും അസ്വസ്ഥരാക്കിക്കൊണ്ടിരുന്നു. കാരണം UDFന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വന്ന് കോട്ടയത്ത് എത്തിയപ്പോൾ കേരള കോൺഗ്രസിനോട് പറഞ്ഞത് വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് വെക്കുന്നത്. അതായത് 2 സീറ്റ് എന്നുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് ലഭിക്കാനുള്ള സാഹചര്യമില്ല. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ വിജയിച്ചു വരേണ്ട കോൺഗ്രസിന്റെ ആളുകൾ വിജയിച്ചു വരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് അനുവദിക്കുക എന്നുള്ളത് അത് നടക്കില്ല എന്ന് തന്നെ നേരത്തെ തന്നെ കേരള കോൺഗ്രസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് എന്ന കാര്യത്തിലേക്ക് കേരള കോൺഗ്രസിന്റെ ചർച്ചകൾ നേരത്തെ തന്നെ ചുരുങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സീറ്റിൽ ആര് മത്സരിക്കണം എന്നുള്ള ചർച്ച കേരള കോൺഗ്രസിനുള്ളിൽ ഉണ്ടായത്. ടോബിയിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ് തൃശൂർ. അദ്ദേഹത്തിന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. മേൽക്കൈയൊന്നും നഷ്ടപ്പെടില്ല. ഓരോ കക്ഷിക്കും അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതാണല്ലോ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ശൈലി. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, പുതിയ കാര്യമൊന്നുമല്ല.
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല. ആദ്യം ഘടകകക്ഷികളുടെ ആയിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായ ശേഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പറ്റി ഒരു തീരുമാനം ഉണ്ടാകും. ദേശീയ തലത്തിലെടുത്തിരിക്കുന്ന നിലപാട് MLA-മാർ, MP രാജ്യസഭാ മെമ്പർമാർ, MLC-മാരൊന്നും മത്സരിക്കേണ്ട എന്നുള്ളതാണ്. അഥവാ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കേണ്ടി വന്നാൽ അത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി മത്സരിക്കാം. ഇതാണ് തീരുമാനം. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി കൂടിയേ ഒരു തീരുമാനം ഉണ്ടാകും. അല്ല, അത് പാർട്ടിയുടെ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ആരെല്ലാം നിന്നാൽ ജയിക്കും, ആരെല്ലാം നിൽക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കാരണം മുമ്പ് MLA-മാർ നിന്നിട്ടുണ്ട്, MLA-മാർ നിൽക്കാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അല്ല, അദ്ദേഹം അത് പറഞ്ഞതിൻ്റെ കാരണം ആ ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു നോംസിൻ്റെ ഭാഗമാണ്. അത് AICC ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും MLA-മാരോ MP രാജ്യസഭാ മെമ്പർമാരോ MLC-മാരോ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പൊതു നിയമം. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെ മത്സരിക്കണം എന്ന് പാർട്ടി താല്പര്യമാണെങ്കിൽ അതിന് പ്രത്യേക അനുവാദമാണ്. ഞങ്ങളൊന്നും കാണുന്നില്ല. അല്ല, അതിലിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പം സാമുദായിക നേതാക്കന്മാരുടെ വീടുകളിൽ പോകുക എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം പോയതാണ്. പബ്ലിക് മീറ്റിംഗ് മാത്രമേ അവരെ എതിർത്ത് പറയുള്ളൂ. അവരുടെയൊക്കെ വീടുകളിൽ പോകുന്നതിന് ഒരു മടിയില്ല അദ്ദേഹത്തിന്. അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തൃശ്ശൂരിൽ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാകുമെന്ന് താൻ കരുതുന്നില്ല. അതാത് പാർട്ടികൾക്കകത്തുള്ള പ്രശ്നങ്ങൾ അതാത് പാർട്ടികൾ തന്നെ പരിഹരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ടോബി ജോൺസൺ തുടരുന്നുണ്ട് കോട്ടയത്ത്. ടോബി ഒരു പിളർപ്പുണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അതാത് പാർട്ടികളിലെ പ്രശ്നങ്ങൾ അതാത് പാർട്ടികൾ തന്നെ പരിഹരിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ അത്തരമൊരു പരിഹാരം എളുപ്പത്തിൽ സാധ്യമാണോ? കാരണം കോട്ടയം സീറ്റ് എന്തായാലും K മാണി വിട്ടുകൊടുക്കുമെന്ന് ഒരർത്ഥത്തിലും പ്രതീക്ഷിക്കാൻ വയ്യ. ആ ഘട്ടത്തിൽ തന്നെയാണ് മത്സരിക്കാനുള്ള സന്നദ്ധത PJ ജോസഫ് പറയുകയും ചെയ്തത്. 2 സീറ്റ് എന്നുള്ളൊരാവശ്യം മുന്നണി വിട്ടുകൊടുക്കാനും ഇടയില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടേക്കാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം പോകുന്നത്? സായി, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ മാണിയും ജോസ് കെ മാണിയും PJ ജോസഫിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനുള്ള പ്രധാന കാരണം ശ്രീ ജോസഫ് വാഴക്കൻ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി പറയുകയാണ് PJ ജോസഫ്. അതായത് അദ്ദേഹം മത്സരിക്കാനുള്ള ജോസഫ് വാഴക്കനിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ PJ ജോസഫിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. അല്ല, അതെല്ലാം പാർട്ടി തീരുമാനിക്കുന്നത്. ചിലപ്പം മത്സരിച്ചുകൂടായില്ല. അല്ല, പൊതുപ്രവർത്തനം ഞാനത്തെ 91 ശ്രമിച്ചത്. അന്ന് രാജീവ് ഗാന്ധി മരിച്ച പശ്ചാത്തലത്തിൽ അന്ന് ജയിച്ചില്ല. അതുകൊണ്ട് ലോക്സഭയിലേക്കൊന്നും പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം. ഇല്ല, അതെല്ലാം പാർട്ടി തീരുമാനിക്കുന്ന കാര്യം. അപ്പൊ തീർച്ചയായിട്ടും അത് പാർട്ടി തീരുമാനിച്ചാൽ നിൽക്കുമല്ലോ. ഏതാണെങ്കിലും പിന്നെ ഈ പാർട്ടിയിൽപ്പെട്ട ആർക്കും അതായിരിക്കണം നിലപാട്. ഇല്ല, അത് പിന്നെ ലോകസഭയിലേക്ക് ഒന്ന് പിന്നെ പോകണമെന്നുണ്ട്. PJ ജോസഫിന്റെ പ്രതികരണമാണ് കണ്ടത്. 2 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഒപ്പം മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം തുറന്നു പറയുകയുമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾ കേട്ടിട്ടുണ്ടാകും PJ ജോസഫിന്റെ പ്രതികരണം. 2 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു. ചർച്ചകളൊക്കെ നാളെ UDF-ൽ ആരംഭിക്കും. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരള കോൺഗ്രസ് നേതൃത്വം അക്കാര്യത്തിൽ ഒരു പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ട്
ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് എങ്കിൽ അതൊക്കെ അതിന് മുമ്പേ അവരത് പരിഹരിക്കും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് നാളെ രമ്യമായി നാളെയോ മറ്റന്നാളുമായിട്ട് ഈ ദിവസങ്ങളിൽ ഈ ചർച്ചയിൽ അത് ഭംഗിയായി ആ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും. മാത്രമല്ല ഐക്യജനാധിപത്യ മുന്നണിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ബഹുമാനപ്പെട്ട മാണി സാറിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും പി ജെ ജോസഫ് സാറിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഉണ്ടാവില്ല. അവരൊക്കെ വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കളാണ്. ഈ ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യവും നിശ്ചയവും ഉള്ള ആളുകളാണ്. അതുകൊണ്ട് UDF-ന് ദോഷമുണ്ടാകുന്ന ഒരു തീരുമാനവും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ജോസഫ് സാറും അത് ശ്രീ KM മാണി സാറുമായിട്ടുള്ള ചർച്ചയിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്തും. UDF-ൽ യുനാനിമസ് ആയ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം, എന്റെ വിശ്വാസം. അതിലൊന്നും വ്യത്യാസം ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമായി നാളെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല UDF-നെ സംബന്ധിച്ചിടത്തോളം. റൈറ്റ്, ഞാൻ വരാം. CF തോമസ്, മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ CF തോമസ്, താങ്കൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും PJ ജോസഫിന്റെ പ്രതികരണം. 2 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം മത്സരിക്കാനുള്ള സന്നദ്ധത കൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. അല്ല, കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് PJ ജോസഫിന്റെ ഒരു വ്യക്തിപരമായ ആവശ്യമല്ല. കേരള കോൺഗ്രസ് പാർട്ടി 2 സീറ്റ് ആവശ്യപ്പെടുകയാണ് നിർബന്ധമായിട്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ് 2 സീറ്റ് എന്നുള്ളത്. ഹലോ, അത് ശക്തമായി തന്നെ നിങ്ങൾ മുന്നണിയിൽ ഉന്നയിക്കും. നിർബന്ധമായിട്ട് കേരള കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. അത് ശക്തമായി തന്നെ ആവശ്യവുമായി മുന്നോട്ട് പോകും. ശക്തമായിട്ട് തന്നെ. അത് പാർട്ടി അതിനകത്ത് ഒറ്റക്കെട്ടാണ്. അഥവാ ഇനി മുന്നണി ആ സീറ്റ് നൽകിയില്ല എങ്കിൽ പോലും തരുന്ന ഒരു സീറ്റ് ഉണ്ടല്ലോ, അവിടെ PJ ജോസഫ് മത്സരിക്കാനുള്ള സന്നദ്ധത പറയുകയാണ്. നല്ല ശുഭപ്രതീക്ഷയല്ല. എല്ലാരും കൂടെ യോജിച്ച് നിന്ന് ജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതായത് ഒരു പിളർപ്പിലേക്കോ അല്ലെങ്കിൽ ഞങ്ങൾ അതിനകത്ത് ന്യായമായിട്ട് 2 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നല്ല പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. കേരള കോൺഗ്രസ് പാർട്ടി എല്ലാവരും ഒരേ അഭിപ്രായം അതിനകത്ത് 2 സീറ്റ് നിർബന്ധമായിട്ട് ആവശ്യം. ശ്രീ CF തോമസ്, അക്കാര്യത്തിൽ മുന്നണി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അധിക സീറ്റ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും അതിനോട് അംഗീകരിക്കണം, നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവും ഒക്കെ. ഈ 2 സീറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സീറ്റ് ഉണ്ടല്ലോ, അവിടെയും താൻ മത്സരിക്കാനുള്ള സന്നദ്ധത തുറന്നു പറയുകയാണ്. നമുക്കൊരു മുൻവിധി എന്ന് നമ്മളിപ്പോ ഉഭയകക്ഷി ചർച്ച നാളെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആ ചർച്ച തുടങ്ങിയിട്ട് അല്ലേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ കയറി 2 സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ചർച്ച ഓപ്പൺ ചെയ്യുന്നത്. 2 സീറ്റ് വേണ്ടിയോ കേരള കോൺഗ്രസ് പാർട്ടി ചോദിക്കുന്നത്. അതല്ലാതെ വേറെ ഞങ്ങളതിനകത്ത് നല്ല വിശ്വാസമുണ്ട് 2 സീറ്റ് കിട്ടുമെന്ന്. PJ ജോസഫിന്റെ മത്സരിക്കാനുള്ള സന്നദ്ധതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതെല്ലാം പാർട്ടി വിഷയങ്ങളാണ്. ഞാൻ ഈ ഒരു ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളല്ലല്ലോ ഇതിനകത്ത് പ്രസക്തമായിട്ടുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടി 2 സീറ്റ് ചോദിച്ചിരിക്കുന്നു. അതിനെക്കുള്ള ചർച്ച നാളെ നടക്കുന്നു. ആ ചർച്ചയുടെ പ്രോഗ്രസ് ഞങ്ങൾ വിലയിരുത്തും. ഞങ്ങളുടെ സ്റ്റാൻഡ് അറിയിക്കും. അതേ എനിക്ക് ഇപ്പം പറയാനുള്ളൂ. റൈറ്റ്, അതാണ് വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ താങ്കൾ മുതിരുന്നില്ല എന്നാണ് CF തോമസ് പറയുന്നത്. ആൽവിൻ, ഇപ്പോൾ CF തോമസ് പറഞ്ഞതുപോലെ ഈ 2 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. മുന്നണി യോഗത്തിൽ അത് ഉന്നയിക്കും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. PJ ജോസഫ് പറയുന്നത് ആ രീതിയിൽ തന്നെയാണോ? ശക്തമായി ഈ 2 സീറ്റ് എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുമെന്ന് നേരത്തെ നമുക്കറിയാം. PJ ജോസഫ് തന്നെയാണ് അക്കാര്യം ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത്. നാളെയും ഒരുപക്ഷെ അദ്ദേഹം തന്നെ ആയിരിക്കില്ലേ അത് മുന്നണി യോഗത്തിൽ ശക്തമായി ആവശ്യപ്പെടാനും പോകുന്നത്? അത്തരം ചർച്ചകൾ സ്വാഭാവികമായും ഉഭയകക്ഷി ചർച്ചയിൽ കാര്യം PJ ജോസഫ് തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഏതായാലും അത്തരം ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുമെന്നുള്ളത് സ്വാഭാവികമായും ഉറപ്പാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഇന്നത്തെ PJ ജോസഫിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കേണ്ടത് നാളെ ഉഭയകക്ഷി ചർച്ച തുടങ്ങാനിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഉണ്ടായതെന്നുള്ളതാണ്. മുമ്പ് നമുക്ക് PJ ജോസഫിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പാർട്ടി വിഷയങ്ങളിൽ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ഒരു തുറന്ന പറച്ചിലിനോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരണം അറിയിക്കുന്നതോ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ അപൂർവമായി മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് വളരെ ശ്രദ്ധേയം. ഇത്തവണ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തിയത് അന്നാണ് ഇത്തരത്തിലൊരു സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അത് പാർട്ടിയിൽ വീണ്ടും ചർച്ച ചെയ്യുന്നു. മുമ്പ് കേരള കോൺഗ്രസിന് 3 MP-മാരുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ലയനമുണ്ടായതിനു ശേഷം അത് നഷ്ടപ്പെട്ടു. ആ ലയനത്തിന് ശേഷം ഉള്ള വീണ്ടും ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു എന്ന നിലയിലാണ് PJ ജോസഫ് ആദ്യം രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് രണ്ടാമതെന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമെങ്കിൽ പോലും ഈ കഴിഞ്ഞ ആഴ്ചയാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോട്ടയത്ത് ചില പരാമർശം നടത്തുകയുണ്ടായത്. അദ്ദേഹം ഇതിൽ പ്രധാനമായും പറഞ്ഞത് മോൻസ് ജോസഫിനെ കൂടി വേദിയിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് പരാമർശമുണ്ടായത്.
പി ജോസഫിൻ്റെ ഏറ്റവും വിശ്വസ്തൻ കൂടിയാണ് മോൻസ് ജോസഫ്. നമുക്കറിയാവുന്നതുപോലെ മോൻസിൻ്റെ പ്രതികരണം മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് പറഞ്ഞത് രണ്ടാമത് സീറ്റ് അല്ലെങ്കിൽ മുന്നണിക്ക് കോട്ടം വരുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് ഒരു ചർച്ച കൊണ്ടുപോകരുതെന്ന നിലയിലാണ് KPCC പ്രസിഡന്റ് ഒരു വാദം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഒരു പ്രതികരണം മുന്നോട്ട് വെച്ചത്. അതേ തുടർന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും സ്വാഭാവികമായും കേരള കോൺഗ്രസിന് എത്ര ഘട്ടത്തിൽ കടന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രണ്ടാമതൊരു സീറ്റ് എന്നത് സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അത്തരത്തിലുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റെങ്കിൽ ആ ഒരു സീറ്റിൽ PJ ജോസഫ് മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇത് വ്യക്തമാക്കിയത്. ഇന്നത് അദ്ദേഹം അല്പം മുമ്പ് ഇടുക്കി പ്രസ് ക്ലബിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം തമാശ രൂപേണ അദ്ദേഹം പറയുകയുണ്ടായി ലോക്സഭയിലേക്ക് പോകാനും താല്പര്യമുണ്ട് എന്ന നിലയിൽ. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പാർട്ടി പറഞ്ഞാൽ അത് മത്സരിക്കും. സ്വാഭാവികമായും പാർട്ടിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് അത്തരം പരാമർശങ്ങൾ നടത്താനാകൂ ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പാർട്ടിയെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. PJ ജോസഫ് ഏതായാലും മത്സരരംഗത്തേക്ക് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇനിയും വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം KM മാണി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകം കൂടിയായ കോട്ടയം വിട്ട് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരള കോൺഗ്രസിൻ്റെ പിറവിയെടുത്ത നാട് കൂടിയാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ സീറ്റ് അദ്ദേഹം വിട്ടുകൊടുക്കുക എന്നത് ഒരുപക്ഷെ അതിന് തയ്യാറാകുമെന്നുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഘട്ടത്തിലാണ് PJ ജോസഫ് ഒരു സീറ്റെങ്കിൽ ആ ഒരു സീറ്റിൽ മത്സരിക്കും എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ അത് വേറൊരു തരത്തിൽ ഉരുത്തിരിഞ്ഞ് വരികയാണ്. കേരള കോൺഗ്രസ് മാണിക്ക് കോട്ടയം സീറ്റില്ല എങ്കിൽ അത് ഇടുക്കിയിലേക്ക് എന്ന ആവശ്യവും അദ്ദേഹം PJ ജോസഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനത്തൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക PJ ജോസഫ് മത്സരത്തിന് തയ്യാറാണെന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം മത്സരരംഗത്തേക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തെ ചില പ്രമുഖ പത്രം ഓഫീസുകളിലും ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലും ചില ബിഷപ്പുമാരെയും അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം NSSലെത്തി ചില സൗഹൃദ സംഭാഷണം നടത്തുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം നമ്മൾ ഇപ്പോൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് PJ ജോസഫ് അത്തരമൊരു സന്ദർശനം ഇപ്പോൾ നടത്തുന്നത് ഏതായാലും മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരള കോൺഗ്രസിനകത്ത് തന്നെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിക്കണം എന്നാണ്. പക്ഷേ ഇനി ആ പാർട്ടിക്കകത്ത് ഇക്കാര്യത്തിൽ എന്തായാലും തുറന്നു പറഞ്ഞുവല്ലോ PJ ജോസഫ്. ആ പാർട്ടിക്കകത്തിന് ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട്, എത്രമാത്രം സാധ്യതയുണ്ട്? ആ പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയിൽ സ്വാഭാവികമായും ഇനി ഒരു ചർച്ച എന്ന നിലയിലേക്ക് വരും. കാര്യം ഈ നാളെ ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ ഈ ചർച്ചയോടനുബന്ധമായി ചില ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പാണ്. അവിടെയും PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ PJ ജോസഫ് ഇപ്പോൾ പ്രതികരിക്കാൻ മറ്റൊരു പ്രധാന കാരണം മുമ്പ് ടോബി സൂചിപ്പിച്ചതുപോലെ തന്നെ KM മാണിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാനായിട്ടുള്ള ഒരു നീക്കം ആരംഭിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് PJ ജോസഫിനെ ഇപ്പോൾ ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് നയിച്ചതെന്നാണ് വളരെ വ്യക്തമാണ്. PJ ജോസഫ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നാളെ ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ ഇന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് PJ ജോസഫ് ഇത്തരത്തിൽ വളരെ പെട്ടെന്നൊരു പ്രതികരണം നടത്തിയത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകും എന്നാണ് പറയുന്നത്. CF തോമസ് അടക്കമുള്ള ആളുകൾ പറയുന്നത് പോലെ 2 സീറ്റ് എന്നുള്ള ആവശ്യം മുന്നണി യോഗത്തിൽ ആവർത്തിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മത്സരിക്കാനുള്ള സന്നദ്ധത തുറന്നു പറഞ്ഞിരിക്കുന്നു PJ ജോസഫ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ആൽവിനും ഒപ്പം ടോബി ജോൺസണുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.